തമിഴ്നാട്ടിൽ രാഷ്ട്രീയവും സിനിമയും ഒരു കാലത്ത് രണ്ടല്ല ഒന്നായിരുന്നു. MGR നേടിയെടുത്ത ജനസമിതിയും അത് പിന്തുടർന്നു പോയ ജയലളിതയും പിന്നാലെ എത്തിയ വിജയകാന്തും കമൽഹാസനും വിജയും അങ്ങനെ നീളുന്നു ലിസ്റ്റ്. എന്നാൽ ഇങ്ങ് കേരളത്തിൽ അതല്ല സാഹചര്യം. ഏത് കൊല കൊമ്പൻ സൂപ്പർ സ്റ്റാർ ആയാലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാൻ അയാൾ പാടുപെടും. ആ വ്യക്തിയുടെ പാർട്ടിയും രാഷ്ട്രീയ നിലപാടുകളും ജനസമിതിയും എല്ലാം ചർച്ചയാകും. അതിനുശേഷമാകും അയാൾ വാഴണോ വീഴണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുക. മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. സിനിമാ രംഗത്തെ പ്രമുഖർ പലരും മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ നടന്ന പല തെരഞ്ഞെടുപ്പുകളിലായി മത്സരിച്ച സിനിമാ താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് താര സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിൽ തന്നെ കേരളം ഉറ്റുനോക്കുന്നത് പാലക്കാടേക്കാണ്. ത്രികോണപ്പോര് നടക്കുന്ന മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയാണ്. ഉപതെരഞ്ഞെടുപ്പും അത് വിജയിച്ചു കയറിയ MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളുമെല്ലാം കോൺഗ്രസിനെ വലയ്ക്കുമോ എന്ന ചോദ്യങ്ങൾക്കിടെയാണ് ഒരു താര സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കാനെത്തുന്നത്. NMR റസാഖ് LDF സ്ഥാനാർത്ഥിയാകുമ്പോൾ NDAക്ക് വേണ്ടി മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. സിനിമാ താരങ്ങളെ കളത്തിലിറക്കി ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന അവസ്ഥയായിരുന്നു NDAക്ക്. ഏറ്റുമാനൂരിലെ 2020 സ്ഥാനാർത്ഥിയായി നടി വീണ നായരെയും പെരുമ്പാവൂരിൽ നടി ലക്ഷ്മി പ്രിയയും മുന്നണി തീരുമാനിച്ചു. എന്നാൽ പത്രിക സമർപ്പിക്കാനിരിക്കെയാണ് മനസ്സിലാകുന്നത് ഇരുവരുടെയും പേര് വോട്ടർ പട്ടികയിലില്ല. ഇതോടെ സ്ഥാനാർത്ഥികളെ മാറ്റേണ്ടി വന്നു. അതേസമയം തൃപ്പൂണിത്തുറയിൽ നടി അഞ്ജലി നായരും തൃക്കാക്കരയിൽ അഖിൽ മാരാറും മത്സരിക്കുന്നുണ്ട്. ഒറ്റപ്പാലത്ത് മേജർ രവിയാണ് NDA സ്ഥാനാർത്ഥി. തിരുവനന്തപുരം സെൻട്രലിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുന്നത് സുധീർ കരമനയാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന് വേണ്ടി പ്രചാരണ രംഗത്തുണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. താരത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും ജനപ്രീതിയും ഗുണകരമാകുമെന്ന വിലയിരുത്തലാണ് മുന്നണി. ഗതാഗത മന്ത്രിയായ KB ഗണേഷ് കുമാർ ഇത്തവണയും മത്സര രംഗത്തുണ്ട്. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ 2001 മുതൽ തുടർച്ചയായ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചു കയറിയ ആളാണ് ഗണേഷ് കുമാർ. ഇത്തവണയും ആ വിജയം ആവർത്തിക്കാനാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ KB ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരത്ത് UDF സ്ഥാനാർത്ഥിയായി ജഗദീഷ് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. അന്ന് BJPക്കായി കളത്തിലിറങ്ങിയത് ഭീമൻ രഘു ആയിരുന്നു. അതേസമയം കൊല്ലം MLA മുകേഷ് ഇത്തവണ മത്സരത്തിനില്ല. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും താരമായിരുന്നു കൊല്ലത്തെ വിജയ്. കേരളത്തെ അത്ഭുതപ്പെടുത്തിയ വിജയമായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടേത്. 2019 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത അദ്ദേഹം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള ചരിത്രത്തിലെ ആദ്യ BJP MP ആയി മാറി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നസെന്റ് ചാലക്കുടി മണ്ഡലത്തിൽ LDF സ്വതന്ത്രനായി മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു. 2019 ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും ബെന്നി ബെഹനാനോട് പരാജയപ്പെടുകയായിരുന്നു. 99 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി മുരളിയായിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ VM സുധീരനോട് അദ്ദേഹം പരാജയപ്പെട്ടു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സിനിമാ മേഖലയിൽ നിന്നുള്ള ആദ്യ വ്യക്തി രാമു കാര്യാട്ടാണ്. ദേശീയ പുരസ്കാരം നേടിയ ചെമ്മീൻ അടക്കം നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത അദ്ദേഹം 1965 നാട്ടികയിൽ ഇടതു പിന്തുണയോടെ സ്വതന്ത്രനായാണ് മത്സരിച്ചത്. വിജയിച്ചെങ്കിലും MLA ആയി ജനസേവനം ചെയ്യാനുള്ള യോഗം അദ്ദേഹത്തിന് ഉണ്ടായില്ല. ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാതെ വന്നതോടെ സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോയതാണ് അതിന് കാരണം. സംവിധായകനും നിർമ്മാതാവും നടനുമായ മാണി C കാപ്പൻ ഇത്തവണയും മത്സരത്തിനുണ്ട്. 50 വർഷത്തിലധികം KM മാണി കൈവശപ്പെടുത്തിയ പാലാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മാണി C കാപ്പൻ വിജയിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം മത്സരത്തിനിറങ്ങുന്നത്. ദേവൻ, കൃഷ്ണകുമാർ, രാജസേനൻ, ധർമ്മജൻ പോൽക്കാട്ടി അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട സിനിമാ താരങ്ങൾ അനവധിയാണ്. മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിന്ന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ പോയവരും പലതുണ്ട്. ഗണേഷ് കുമാറിനെ പോലെ മത്സരിച്ച് തഴക്കമുള്ളവരും കന്നി അംഗത്തിനിറങ്ങുന്ന പിഷാരടി അടക്കമുള്ളവരും മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലമാണ് കേരളത്തിനിത്. ജനവിധി ആരെയൊക്കെ തുണയ്ക്കുമെന്ന് കാത്തിരുന്നു കാണാം.